സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഡിഗോ ഗാർസിയ എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷ്യൻ്റെ മധ്യത്തിലുള്ള ദ്വീപിലേക്ക്, അമേരിക്കയുടെ അധീനതയിലുള്ള, ബ്രിട്ടീഷ് അധീനതയിലുള്ള ദ്വീപിലേക്ക് B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് അമേരിക്ക എത്തിച്ചതായുള്ള വാർത്തയാണ്. 3 B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് ഓൾറെഡി ആ ദ്വീപിലുണ്ട്. ആ ദ്വീപിൽ സ്ഥിരമായിട്ടുള്ള മിലിറ്ററി പ്രിപ്പയർഡ്നെസ് അമേരിക്ക ആ ദ്വീപിൽ സ്ഥിരമായിട്ടുള്ളതാണ്. അഡീഷണൽ ഏതെങ്കിലും യുദ്ധം വരുമ്പോഴാണ് കൂടുതലായിട്ടുള്ള മിലിറ്ററി പ്രിപ്പയർഡ്നെസ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി 4 B-2 സ്റ്റെൽത്ത് ബോംബേഴ്സ് കൂടി ഈ ദ്വീപിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് വാർത്താമാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4 3 7 സ്റ്റെൽത്ത് ബോംബേഴ്സാണ് ഇപ്പോൾ ഡിഗോ ഗാർസിയ ദ്വീപിലുള്ളത്. അപ്പോൾ ഈ സ്റ്റെൽത്ത് ബോംബേഴ്സിൻ്റെ പ്രത്യേകത, ഏത് തരം ബോംബുകളും, ആറ്റമിക് ന്യൂക്ലിയർ ബോംബുകൾ അടക്കമുള്ള എല്ലാ ബോംബുകളും ഡെലിവർ ചെയ്യാൻ സൗകര്യമുള്ള വിമാനമാണിത്. റഡാറുകൾക്ക് കണ്ടുപിടിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെൽത്ത് ബോംബർ എന്ന് വിളിക്കുന്നത്. സ്റ്റെൽത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ബോഡി ഡിസൈനിങ് ആണ്. ഒഴുക്കൻ മട്ടുള്ള ബോഡി ഡിസൈനിങ് ആണ്. ഒരിക്കലും ഷാർപ്പായിട്ടുള്ള ഇങ്ങനത്തെ കട്ടിങ്സ് ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴും ഓവലായിട്ടുള്ള കട്ടിങ്സേ ഉണ്ടാവുള്ളൂ. അതായത് റഡാറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ ഈ വിമാനത്തിൽ തട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് റഡാറിലേക്ക് പോകാൻ പാടില്ല. ഒരു കർവ്ഡ് സർഫസിൽ ഒരു ബീം വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ആ ബീം ഒരിക്കലും വന്ന വഴിക്ക് തിരിച്ചു പോവില്ല. അത് സ്കാറ്റേഡായി പോകും. അപ്പോൾ ഈ വിമാനത്തിൻ്റെ മുകളിലേക്ക് വന്ന് പതിക്കുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് സാധാരണ ഇത്തരം ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. റഡാർ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഇങ്ങനെ സറൗണ്ടിങ്സിലേക്കൊക്കെ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എവിടുന്നെങ്കിലും അയച്ച ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് തിരിച്ചു വരുമ്പോഴാണ് റഡാറുകൾക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് ഫോക്കസ് ചെയ്യുകയും കൂടുതലായി ആ ഒബ്ജക്റ്റിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് മിസൈലുകൾ അയക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ ഉപയോഗിക്കുന്ന ടെക്നോളജി. അപ്പോൾ ഈ ടെക്നോളജിയിൽ ഈ സ്റ്റെൽത്ത് ഡിസൈനിങ് ഉള്ള വിമാനങ്ങളിലാവട്ടെ മിസൈലുകളിലാവട്ടെ എന്തുതരം പ്രൊജക്ടൈലിലാണെങ്കിലും ശരി, റഡാറിനെ ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വളരെ വലിയ പ്രത്യേകത. കൂടാതെ വലിയ ബോംബേഴ്സാണ്. ഏതുതരം ബോംബുകൾ ഇതിന് വഹിക്കാൻ സാധിക്കും. മാത്രമല്ല അതിന് ന്യൂക്ലിയർ വെപ്പൺസും വഹിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ന്യൂക്ലിയർ വെപ്പൺസ് വഹിക്കുന്ന ഈ വിമാനങ്ങൾ ഇവിടെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഒരുപാട് ആവശ്യമില്ല. പിന്നെ എല്ലായിടത്തും കൊണ്ട് പെറുക്കിയിടുന്ന സാധനമല്ല അത്. അപ്പം സാധാരണ ബോംബേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. വേറെ ബോംബർ F-35, F-16 മുതൽ ഗ്രേഡിലുള്ള എല്ലാ വിമാനങ്ങളും ഓൾറെഡി ഉണ്ട്. അത് എയർക്രാഫ്റ്റ് കാരിയേഴ്സിൻ്റെ മേലെയും ഉണ്ട്, ദ്വീപിലുമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ വിമാനങ്ങളോട് കൊണ്ടുവന്ന് വെച്ചത് ഇൻ കേസിൽ ഇറാന് ന്യൂക്ലിയർ ടെക്നോളജി ഉണ്ടെങ്കിൽ, അല്ല അവരുടെ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടെങ്കിൽ, അവർ ഏതെങ്കിലും തരത്തിൽ ആറ്റമിക് ബോംബുകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് അതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ വേണ്ടി തന്നെയാണ് നിശ്ചയമായിട്ടും ഈ ബോംബറുകൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അമേരിക്ക ന്യൂക്ലിയർ ബോംബുകളുടെ ഭാഷ പറഞ്ഞില്ല. പക്ഷേ ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞു, നെഗോഷിയേഷൻ ടേബിളിലേക്ക് വന്നില്ലെങ്കിൽ ബോംബ് ചെയ്യും. കൃത്യമായ ഭാഷയിൽ പറഞ്ഞു, നെഗോഷിയേഷൻ ടേബിളിലേക്ക് വന്നില്ലെങ്കിൽ ബോംബ് ചെയ്യും. അപ്പോൾ ഈ ന്യൂക്ലിയർ ബോംബുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ റെഡിയാക്കിക്കൊണ്ടാണ് അമേരിക്ക ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ, എത്ര പവറുള്ള വാർ വന്നാലും തിരിച്ചടിക്കാനുള്ള ശേഷിയിൽ തന്നെയാണ് അമേരിക്കയുടെ വാർ പ്രിപ്പയർഡ്നെസ് പോകുന്നത്. അതിനിടയിലൂടെ ഇന്ന് ഇപ്പോൾ ടെഹ്റാൻ ടൈംസ് എന്ന് പറയുന്ന ഇറാന്റെ തലസ്ഥാനത്ത് ഇറങ്ങുന്ന പത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഇറാൻ ഹാസ് ലോഡഡ് ഓൾ ലോഞ്ചേഴ്സ് ഇൻ ഇറ്റ്സ് അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റീസ്. അപ്പം അതിൻ്റെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റിയിലുള്ള എല്ലാ ലോഞ്ചേഴ്സുകളും ലോഡ് ചെയ്ത് കഴിഞ്ഞു. മിസൈൽ ലോഞ്ചേഴ്സിലൊക്കെ ലോഡ് ചെയ്ത്, മിസൈൽസ് ഒക്കെ റെഡി ആയിരിക്കണം. ഇനി ഡെലിവർ ചെയ്താൽ മതി, സ്വിച്ച് അമർത്തിയ സാധനം പറന്നു പോകും. അപ്പം ആയിരക്കണക്കിന് മിസൈലുകൾ ഇവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സ്റ്റേഷനുകളിൽ ലോഞ്ചേഴ്സിന് മേലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ടെഹ്റാൻ ടൈംസ് ഇന്ന് റിലീസ് ചെയ്യുന്ന ന്യൂസ്. എന്ന് പറഞ്ഞാൽ ഇറാൻ യുദ്ധത്തിന് റെഡി ആയിരിക്കുന്നു. അവരുടെ എല്ലാ ലോഞ്ചേഴ്സും മിസൈലിൻ്റെ അറ്റത്ത് പോർമുനകൾ, ബോംബുകളാണല്ലോ അതിനകത്ത് വയ്ക്കുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇറാനും റെഡി ആയിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇറാൻ്റെ മിസൈലുകൾ മാത്രമേ ഉള്ളൂ, വിമാനങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വാർ 2 രീതിയിലാണ് പോയത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർ ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള യുദ്ധം മാത്രമാണ്. അവർക്ക് വിമാനങ്ങൾ എന്ന് പറഞ്ഞ സാധനമില്ല. 1978 ശേഷം അവർക്ക് അവരുടെ വിമാന വ്യൂഹത്തിലേക്ക് പുതിയ വിമാനങ്ങളൊന്നും കൂട്ടിച്ചേർക്കപ്പെട്ടില്ല. പണ്ടത്തെ പഴയ വിമാനങ്ങൾ വെച്ചുകൊണ്ടാണ് അവരിപ്പോഴും കളിക്കുന്നത്. അവരുടെ പ്രധാനമന്ത്രി കയറിയ വിമാനം തന്നെ താഴെ വീണ് പൊട്ടിപ്പോയ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നേരെ മറിച്ച് അമേരിക്കയുടെ കയ്യിലൊക്കെയുള്ള വിമാനങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരണം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവരൊക്കെ നിശ്ചയമായിട്ടും അവരുടെ ആക്രമണങ്ങൾ വരുന്നത് വിമാനങ്ങളിൽ വന്ന് ഇറാൻ്റെ മിസൈൽ റേഞ്ചിന് പുറത്ത് നിന്നുകൊണ്ട് ഇറാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മിസൈലുകൾ അയക്കുകയാണ് അവർ ചെയ്യാൻ സാധ്യതയുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രിസിഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം കഴിയുന്നത്ര അടുത്തുനിന്നാണ് അവരെ ഇറാനെ ആക്രമിക്കുക. നേരെ മറിച്ച് ഇറാനിൽ ഇരുന്നു കൊണ്ടുള്ള ആക്രമണമാണ്. കൂടാതെ ഇറാനെ ഞാൻ കഴിഞ്ഞ 2-3-4 വീഡിയോയുടെ മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ
അടുത്തായിട്ട് 2 ദ്വീപുകൾ 1971 ദുബായ് വരുത്തിരുന്ന രാജാവിൽ നിന്ന് പിടിച്ചെടുത്ത 2 ദ്വീപുകളുണ്ട്. അത് പേർഷ്യൻ ഗൾഫിലാണ്. യുണൈറ്റഡ് അറബ് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ആ 2 സ്ഥലങ്ങളിലും ഇവർ മിസൈൽസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിസൈൽസ് വിത്ത് വെപ്പൺ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയുടെ ഇവിടെയുള്ള മുഴുവൻ അസറ്റ്സും തകർക്കും. ഇവർ ഈ പറയുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും സൗദി അറേബ്യയും ആക്രമിക്കുമെന്നാണ് ഇവരുടെ ഭാഷയിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇസ്രായേലിന് അവരെ കൊണ്ട് തൊടാൻ കഴിയില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ സൗദി അറേബ്യനെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പം സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും സംരക്ഷണം ഒരുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ബാധ്യതയാണ്. നിശ്ചയമായ സഖ്യകക്ഷികളുടെ ബാധ്യതയാണ്. കാരണം ഇതെല്ലാവരും ഒന്നിച്ചാണ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. സഖ്യകക്ഷികൾ എന്ന് പറയുമ്പം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ വന്ന സമയത്ത് ആ മിസൈലുകളെ ഡിഫൈൻഡ് ചെയ്തത് ഇസ്രായേൽ, US, ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ജോർദാൻ. ഇത്രയും രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഇസ്രായേലിന് നേരെ വന്ന മിസൈലുകൾ 200 മിസൈലുകൾ അയച്ചത്. അതിന് മുൻപ് 400 മിസൈലുകൾ അയച്ചതിനൊക്കെ നേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ 200 മിസൈൽ 400 മിസൈൽ എന്നൊക്കെയാണ് ഇവർ അയക്കുന്ന ഒരു സെറ്റിന് ഒരു ബഞ്ച് ഓഫ് മിസൈൽ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസൈൽസ് ആണ്. എങ്കിൽ പോലും ഒരു ബഞ്ചിനകത്ത് 200 400 ഒക്കെ അയക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെരുന്നാളിനൊക്കെ വാണം കത്തിച്ച് വിടുന്നത് പോലെയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂജൻ ഭാഷ കടമെടുക്കണം. നമ്മൾ ഒരു വീഡിയോയിൽ പറയാൻ കൊള്ളാത്ത ഭാഷയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇറാൻ്റെ ഈ ഷോ വാസ്തവത്തിൽ പട്ടി ഷോ എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇവർ അമേരിക്കയ്ക്ക് നേരെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി ഉണ്ട്, ഞങ്ങളുടെ മിസൈൽസ് കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇപ്പം ഈ നമ്മുടെ കൊച്ചുപിള്ളേർ പറയുന്ന ആ സാധനമാണ്, പട്ടി ഷോ എന്ന് പറയുന്ന സംഗതിയാണ്. അതിനപ്പുറത്തേക്കൊന്നും ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ട്രംപ് പറയുന്ന ഒന്നെങ്കിൽ ന്യൂക്ലിയർ ഡീലിലേക്ക് വരിക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ തലേ കൊണ്ട് പോകും. അപ്പോൾ ഇന്നലെ അദ്ദേഹം NBC ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് 2 ആഴ്ചത്തെ സമയം കൂടി അനുവദിക്കാമെന്നാണ്. പക്ഷേ ഇതൊക്കെ സ്ട്രാറ്റജിക്കാണ്. അവർക്ക് ഇതിനകത്ത് നിന്നൊക്കെ വാർത്തകൾ ചോർന്ന് കിട്ടുന്നുണ്ടാവും. ഇറാൻ വഴങ്ങാൻ വല്ല സാധ്യതയുണ്ടോ? വഴങ്ങാൻ ഒരു സാധ്യതയില്ല. 2 ആഴ്ചയുടെ വിഷയമൊന്നും വരുന്നില്ല. ഏത് നിമിഷം ഇറാൻ്റെ തലയിൽ സാധനം വരും. അപ്പോൾ 2 ആഴ്ചത്തെ സമയം കൂടി. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, ഒന്നുകിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും. 2 ഓപ്ഷൻസേ ഉള്ളൂ. നിങ്ങൾക്ക് ന്യൂക്ലിയർ പവർ പറ്റില്ല. ന്യൂക്ലിയർ പവേഴ്സ് ഒരു തരത്തിൽ നിങ്ങൾക്ക് അനുവദിക്കില്ല. അതായത് ന്യൂക്ലിയർ ഫ്യൂവൽസ്, യുറേനിയം ആയിക്കൊള്ളട്ടെ, പ്ലൂട്ടോണിയം ആയിക്കൊള്ളട്ടെ, ഒരു തരി പോലും നിങ്ങളുടെ നാട്ടിൽ പറ്റില്ല. പവർ സ്റ്റേഷൻസ് വർക്ക് ചെയ്യാനും പറ്റില്ല. ആ പരിപാടി നടക്കില്ല. നിങ്ങൾ ന്യൂക്ലിയർ ഫ്യൂവൽ കൊണ്ടുള്ള കളി വേണ്ട എന്നുള്ളതാണ് ട്രംപിൻ്റെ അൾട്ടിമേറ്റം. അതൊരു അൾട്ടിമേറ്റാണ്. അപ്പം അവിടെ ഒരു നെഗോസിയേഷൻ്റെ വിഷയമൊന്നും ഉദിക്കുന്നില്ല. പറയുന്ന അനുസരിക്കാനാണ് വേറെ നിവൃത്തി. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് ഇറാൻ അനുസരിക്കില്ല. അപ്പോൾ ഇറാൻ ഈ 2 പേരാണ് ഈ ദിവസങ്ങളിൽ സംസാരിച്ചത്. ഒന്ന് അവരുടെ മിലിറ്ററി ചീഫ് സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ മിനിസ്ട്രിയിൽ നിന്ന് സംസാരിച്ചത് മുഹമ്മദ് ബറാദു എന്ന് പറയുന്ന അവരുടെ ഡിഫൻസ് മിനിസ്റ്ററും അബ്ബാസ് അഖാച്ചി എന്ന് പറയുന്ന അവരുടെ ഫോറിൻ മിനിസ്റ്ററുമാണ് സംസാരിച്ചത്. 2 പേരും ഖമനയുടെ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഈ പെഷസ്കിയാൻ മാത്രമാണ് ഇതിനകത്ത് കുറച്ച് ബോധമുള്ളൊരു മനുഷ്യൻ, ഇവരുടെ പ്രസിഡന്റ്. അപ്പം അദ്ദേഹം ഇതുവരെ സംസാരിച്ചിരുന്നില്ല. ഇന്നലെ അദ്ദേഹം വാ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രംപിൻ്റെ ലെറ്റർ കിട്ടിയതിന് ശേഷം പെഷസ്കിയാൻ ഇതുവരെ സംസാരിച്ചിരുന്നില്ല. ഇതുവരെ സംസാരിച്ചത് ഇവരൊക്കെയാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഖമനേയി പറഞ്ഞു തിരിച്ചടിക്കും, ഞങ്ങൾ തലകുനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പെഷസ്കിയാൻ മാത്രം ഇന്നലെ പറഞ്ഞു ഞങ്ങൾ അമേരിക്കയുമായിട്ട് നേരിട്ട് ടോക്കിനില്ല. അപ്പോൾ അവരുദ്ദേശിക്കുന്ന മീഡിയേഷൻ ഒമാൻ്റെ മീഡിയേഷനാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഒമാൻ വഴി ഒരു മീഡിയേറ്ററെ വെച്ചുകൊണ്ട് ത്രൂ ഒമാൻ മാത്രം വേണമെങ്കിൽ സംസാരിക്കാമെന്നൊരു ഒരു സൂചനയാണ് അദ്ദേഹം തരുന്നത്. നേരിട്ട് അമേരിക്കയോട് സംസാരിക്കില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അമേരിക്കയോട് നേരിട്ട് സംസാരിച്ച് ഞങ്ങൾ കീഴടങ്ങുന്നില്ല, വേറൊരു മീഡിയേറ്റർ വഴി സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മത തീവ്രവാദികളെ അമേരിക്കയുമായിട്ട് നേരിട്ട് നെഗോസിയേഷന് പോകുക എന്ന് പറഞ്ഞാൽ ഖമനേയി പോലുള്ള മത തീവ്രവാദികൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അവരെയും തൃപ്തിപ്പെടുത്തണം, എന്നാൽ അമേരിക്കയും തൃപ്തിപ്പെടുത്തണം. അപ്പം 2 കൂട്ടരും തൃപ്തിപ്പെടുത്തണം എന്ന നിലയ്ക്കുള്ള ഒരു പ്രോമിസാണ് പെഷസ്കിയാൻ വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഇറാനെ സംബന്ധിച്ച് അവരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപേക്ഷിക്കാനുള്ള സാധ്യത അത് ബൈ ഫോഴ്സ് അല്ലാതെ സാധ്യത കുറവാണ്. കാരണം അവരുടെ മുന്നിൽ സദ്ദാം ഹുസൈൻ്റെ ചരിത്രമുണ്ട്, ഗദ്ദാഫിയുടെ ചരിത്രമുണ്ട്. 2002 സദ്ദാം ഹുസൈനെ അമേരിക്ക തീർത്തത്, അല്ലെങ്കിൽ ഇറാഖ് ഇന്നത്തെ അവസ്ഥയിലാക്കി എടുക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം സദ്ദാം ഹുസൈൻ ന്യൂക്ലിയർ പവർ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ പാകിസ്ഥാൻ ആർക്ക് വേണ്ടി സാധനം വിൽക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അവരുടെ വിൽക്കാനുള്ളൊരു സാധനം അതാണ്. അത് വിറ്റാൽ കുറച്ച് കാശ് കിട്ടുമെങ്കിൽ അവർ അതും ചെയ്യും. അപ്പം ഈ ന്യൂക്ലിയർ പവർ പാകിസ്ഥാനിൽ നിന്ന് അക്വയർ ചെയ്യാൻ സദ്ദാം ഹുസൈൻ ശ്രമിച്ചതാണ് ഇറാഖിൻ്റെ നാശത്തിന് ഒന്നാമതായിട്ടുള്ള റീസൺ. അതിൽ കുവൈറ്റ് വാർ എല്ലാം കൂടെ വന്നുകൊണ്ട് ചേരുകയാണ് ചെയ്തത്. ഇനി 2011 ഗദ്ദാഫി ലിബിയയിൽ ഔട്ട്സ്റ്റേഡ് ആവുന്നത്. അത് ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഗദ്ദാഫിനെ പുറത്താക്കിയത്. ഗദ്ദാഫി ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു എന്ന് നമുക്കറിയാം. പട്ടാൾ ഡിക്റ്റേറ്റർ ആയിരുന്നു. അദ്ദേഹത്തെ നാട്ടുകാരെ സമരം ചെയ്ത് തോൽപ്പിച്ച് അവസാനം തലികൊല ചെയ്തത്. പക്ഷേ അതിന് പുറകിലുണ്ടായിരുന്ന നാറ്റോയും അമേരിക്കയായിരുന്നു. അതിൻ്റെ റീസണും ഗദ്ദാഫി ന്യൂക്ലിയർ പവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള
വെസ്റ്റേൺ പവറുകളുടെ തോന്നലാണ്. ഇപ്പോൾ ഇറാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇറാൻ ന്യൂക്ലിയർ പവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനുള്ള വെസ്റ്റേൺ പവറിൻ്റെ തോന്നലിൽ അവർ കയറി കഴിഞ്ഞാൽ ബോംബിംഗ് എന്ന് പറഞ്ഞാൽ ലിബിയയുടെ അവസ്ഥ അല്ലെ ഇറാഖിൻ്റെ അവസ്ഥ. ഇറാൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലൊന്നും ഇറാൻ പിന്നെ ബാക്കി ഉണ്ടാവില്ല. അവർ കയറി കഴിഞ്ഞാൽ തകർത്ത് പൊടിച്ച് അത് പീസായി കളയും. മുഴുവനും ഇന്റേണൽ സ്ട്രഗിളിനകത്ത് പെട്ടുപോകും. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഇന്ന് ഇറാഖ് ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് അവർ പിന്തിരിഞ്ഞ് പോവേണ്ടി വരും. അന്ന് സദ്ദാം ഹുസൈൻ്റെ വാചകങ്ങളും ഗീർവാണങ്ങളും ഒക്കെ നമ്മൾ കുറേ കേട്ടതാണ്. ഇപ്പം ഖമനേയിയാണ് ഈ ഗീർവാൺ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഷോയാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഇത്രയും വലിയൊരു പവറിനുണ്ട് ഇറാനിൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന വിവരം കേട്ടവന്മാർക്ക് അടിയിൽ വന്ന് കമന്റ് ഇറാനിൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വർത്താനം പറയാമെന്നല്ലാണ്ട് ഇറാനിൽ ഒന്നുമില്ല നമുക്കറിയാം. ഇറാനിലുള്ളത് ആകെ 10 മിസൈലാണ്. ഇവരുടെ രാജ്യത്തിന് ചുറ്റും F സീരീസിൽപ്പെട്ട വിമാനങ്ങൾ കൊണ്ട് നിർത്തിക്കൊണ്ട് കൃത്യമായി ഇവരുടെ മിസൈൽ ലോഞ്ചേഴ്സിൻ്റെ ഒക്കെ മേലെ മിസൈലുകൾ വെച്ച് തകർക്കുവാനും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ പവർ ഉണ്ടെങ്കിൽ സ്റ്റെൽത്ത് ബോംബേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അത് ഇരുട്ടിലായി പോകും എന്നുള്ളതും വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനിടയിലൂടെ ഇസ്രായേലിൽ അവിടുത്തെ ഇന്റേണൽ സ്ട്രഗിൾസ് അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഹമാസിന് നേരെയുള്ള ആക്രമണത്തിൽ ഇസ്രായേൽ യാതൊരു മയവും വരുത്തിയിട്ടില്ല. അപ്പോൾ ഹമാസ് അതിനിടയിലൂടെ ഈജിപ്തിൽ പോയിട്ട് കരയുന്നുണ്ട്. 5 ബന്ദികളെ വിട്ടുകൊടുക്കാം, 50 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ തരൂ എന്നാണ് അവർ പറയുന്നത്. 5 ബന്ദികളെ വിട്ടുതരാം. അതിനിടയിലൂടെ അവർ പിന്നെ ഒരു ബന്ദിയുടെ ദാറ്റ് ഈസ് എൽക്കാന ബോട്ട് എന്ന് പറയുന്ന ഒരു 36 വയസ്സുള്ള ഒരു ബന്ദിയാണ്. ആ ബന്ദിയുടെ ഒരു വീഡിയോ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അയാൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം നിർത്തൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരഞ്ഞു വിളിക്കുന്ന ഒരു വീഡിയോ റിലീസ് ചെയ്ത് ഇസ്രായേലിനെ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ലോകം മുഴുവൻ, നമ്മുടെ വീട്ടിലടക്കം അത് കിട്ടും, ലോകം മുഴുവൻ ആ വാർത്ത ഇസ്രായേലിനും കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അതിനകത്തുള്ള ടെൻഷൻ അത് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ആ കാര്യത്തിൽ ഒരു മയവും കാണിക്കുന്നില്ല. ഹമാസിന് നേരെയുള്ള ആക്രമണം അതുപോലെ തുടരുകയാണ്. അപ്പോൾ ഇവർ ഈ പീസ് ടോക്കുകൾക്കൊന്നും വഴങ്ങുന്നില്ല എന്നൊരു ഇമേജ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുകയും കൂടിയാണ്. 5 ബന്ദികളെ തരം നിങ്ങൾ വെടിനിർത്തും. അപ്പോൾ ആളുകൾ കേൾക്കും 5 ബന്ദിയെ കിട്ടുള്ളൂ, നിങ്ങൾ വെടിനിർത്തും എന്ന് മറ്റേ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കൊണ്ട് പറയിപ്പിക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഒറ്റ മറുപടിയുള്ളൂ, ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം. 59 ബന്ദികൾ മരിച്ചോ ജീവനോടെയോ നിങ്ങളുടെ കയ്യിലുള്ളതിനെ തിരിച്ചു തരണം. ഇതിൽ കുറഞ്ഞിട്ടുള്ള യാതൊരു തരത്തിലുള്ള ടോക്കിനും ഞങ്ങൾ തയ്യാറില്ല. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം. പിന്നെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ആളുകളെ ഒഴിപ്പിക്കുവോ അല്ലെങ്കിൽ പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണേ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അവർ തയ്യാറല്ല. അവർ തയ്യാറുള്ള കാര്യം ഇത്രേ ഉള്ളൂ, ഞങ്ങളുടെ 59 ബന്ദികളെ നിങ്ങൾ വിട്ടുതന്ന് ആയുധം വെച്ച് കീഴടങ്ങിയാൽ ഹമാസിന്റെ ഭീകരന്മാർക്ക് ഗാസയിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി തരാം, തലയെ കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ ഞങ്ങൾ തപ്പി പിടിച്ചുവന്ന് തലയെടുക്കും. ഇതാണ് അവരുടെ പ്രപ്പോസലായിട്ട് അവർ തിരിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടയിലൂടെ എർദോഗൻ, നമ്മൾ ടർക്കിയിലുള്ള എർദോഗൻ പറഞ്ഞിട്ടുണ്ട്, മേ അള്ളാ ഡിസ്ട്രോയ് സയനസ്റ്റ് ഇസ്രായേൽ ഇൻ ഹിസ് ഹോളി നെയിം. അതായത് അള്ളാഹ് പോയിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കട്ടെ എന്ന് ഇന്നലെ അവരുടെ ഈദ് ഇന്നലെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈദിന് പള്ളിയിലെ പ്രസംഗത്തിന് അദ്ദേഹം പറഞ്ഞത് അള്ളാഹ് പോയിട്ട് ഇസ്രായേലിനെ നശിപ്പിച്ച് കളയട്ടെ എന്നാണ്. പക്ഷേ അള്ളാഹ് ഇസ്രായേലിനെ നശിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നൊരു പ്രശ്നം അവിടെ ബാക്കിയുണ്ട്. കാരണം അദ്ദേഹം എക്രൈം ഇമാമോഗ്ലു എന്ന് പറയുന്ന അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ലീഡറിനെ, അദ്ദേഹം ഇസ്തംബുൾ മേയർ കൂടിയാണ്, പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് തെരുവിലെ എർദോഗന്റെ ചോരയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ അള്ളാഹ് ഇവിടെ ഇസ്രായേലിനെ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ പുള്ളിനെ ആര് പ്രൊട്ടക്ട് ചെയ്യുമെന്നൊരു വിഷയം അവിടെ ബാക്കി നിൽപ്പുണ്ട്. അപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെയെങ്കിലും ആ കസേരയുടെ നള്ളി തൂങ്ങിയിരിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടാണ് എർദോഗന്റെ ഈ വിധ പ്രസ്താവനകൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിലുള്ള ഹൂത്തി ഒരു മിസൈലും കൂടി ഇസ്രായേലിന് നേരെ 10 ദിവസത്തിനിടയിൽ അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ചത്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ. ഹൂത്തികളുടെ മേലെ നടുപിടിച്ചുകൊണ്ട് അമേരിക്കയുടെ ബോംബിങ് ആഘോഷമായിട്ട് നടക്കുന്നുണ്ട്. യമനിൽ മൊത്തം അമേരിക്കയുടെ ബോംബുകൾ വന്ന് വീണ്ടും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹൂതിയുടെ ഫോഴ്സ് ഏകദേശം കഴിഞ്ഞ് ഒഫീഷ്യൽ ഫോഴ്സിന് കയറാനുള്ള സമയം ഏകദേശം ആയി വരുന്നു എന്നാണ് പറയുന്നത്. ഹൂതി റിബൽ ഫോഴ്സ് ആണെന്നും ഭരണം പിടിച്ചതാണെന്നും നമുക്കറിയാം. ഒഫീഷ്യൽ ഫോഴ്സ് ഉണ്ട്, അത് യമന്റെ തെക്ക് ഭാഗത്ത് അവർക്ക് ക്യാപിറ്റലുണ്ട്. ആ ക്യാപിറ്റലിൽ നിന്ന് ഒഫീഷ്യൽ ഫോഴ്സ് കയറി വന്ന് സനാ സിറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഹൂതി കഴിഞ്ഞു. അപ്പോൾ അത്രയുള്ളൂ ഹൂതി. അപ്പോൾ ഹൂതി ഏകദേശം അവസാന ഭാഗത്തേക്ക് പോകുന്നു, പർവ്വതങ്ങളിലേക്ക് ഒതുങ്ങുന്നു എന്നാണ് പുതിയ വാർത്തകൾ വരുന്നത്. അതിനിടയിലൂടെ അവരൊരു ഇന്നലെ സൺഡേ 10:30 മണിക്ക് ഒരു മിസൈൽ അവർ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് തകർത്തുവെങ്കിലും ഇസ്രായേൽ വിവിധ ഭാഗങ്ങളിൽ സൈറൺസ് മുഴങ്ങുകയും ആളുകൾ ഓടി നടന്ന് 2 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ബങ്കറിലേക്ക് കൂടി ഒളിക്കാനുള്ള ശ്രമത്തിനിടയിലൂടെ 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിസൈല് ഹൂതികൾ അവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ റഡാറുകൾ അതിനെ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തിന് ഡിറ്റക്ട് ചെയ്യും. ആ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ട്രാജക്ടറി കാൽക്കുലേറ്റ് ചെയ്യും. ആ ട്രാജക്ടറി കാൽക്കുലേറ്റ് ചെയ്താൽ ഇസ്രായേൽ ഏത് ഭാഗത്തുകൂടിയാണ് അത് കടന്നു വരാൻ സാധ്യതയുള്ളതെന്നും ഏതൊക്കെ ഭാഗത്താണ് അത് പതിക്കാൻ സാധ്യതയുള്ളതെന്നും അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രദേശങ്ങളെ മുഴുവൻ സൈറൺസ് മുഴങ്ങാണ് ചെയ്യുക. കൂടാതെ ഇസ്രായേലിൻ്റെ എയറിൽ കടന്നു കഴിഞ്ഞാൽ അതിന് ട്രാജക്ടറി കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ എയറിൽ കടന്നു കഴിഞ്ഞാൽ ഏത് നിമിഷവും ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് തകർന്ന് താഴേക്ക് വീഴുമ്പോൾ അതിന് ഡെബ്രി വന്ന് തല വീഴാനുള്ള സാധ്യതയുണ്ട്.
അപ്പം ആ ഡെബ്രി തലയിൽ വീണാലും പരിക്ക് പറ്റും. അങ്ങനെ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഈ മിസൈൽ കടന്നു പോകുന്ന എൻ്റെ ട്രാജക്ടറിയും ഈ മിസൈൽ പതിക്കാൻ സാധ്യതയുള്ള സ്ഥലവും ഇത്രയും സ്ഥലത്തിനിടയിലൂടെയാണ് സൈറൺ മുഴങ്ങുക. അപ്പോൾ വലിയൊരു ഏരിയ ആയിരിക്കും, ഒരു 10, 200, 300 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ഏരിയയിലായിരിക്കും ഈ സൈറൺസ് മുഴങ്ങുക. അപ്പോഴേക്കും ആളുകൾ മുഴുവൻ ഓടിപ്പോയിട്ട് ഈ ബങ്കറിനകത്ത് ഒളിക്കേണ്ടി വരും. ഈ പറയുന്ന മിസൈലുകളെല്ലാം തകർക്കപ്പെടുന്നത് സൗദി അറേബ്യയിലെ ഡെസേർട്ടിന് മുകളിൽ വെച്ചിട്ടാണ്. സൗദി അറേബ്യയുടെ ഡെസേർട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഹൂതികളുടെ മിസൈൽ ഇസ്രായേലിലേക്ക് വരിക. ആ ഡെസേർട്ടിന് മുകളിൽ നിന്നാണ് തകർക്കപ്പെടുക. അതുകൊണ്ടാണ് ആ മിസൈൽ വീണിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാത്തത്. എല്ലാം മിസൈലിൻ്റെ ഡെബ്രി തകർന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സാധനങ്ങൾ നിലത്ത് വന്ന് വീണിട്ട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.